വെൽക്കം ടു ലൈക്ക് ബഗൈൻ വില്ല. ഇന്ന് ഞാനും ഡോർഫിനും നമ്മുടെ 2 പിള്ളേരുണ്ട്, സാരമില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് നമ്മൾ റബേക്ക മോളെ കഴിഞ്ഞ മാസം നമ്മൾ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറിനെ കാണിക്കാൻ പോയിരുന്നല്ലോ ഞങ്ങൾ തിരുവല്ലയ്ക്ക്. അപ്പോൾ ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ റിവ്യൂവിന് വേണ്ടി പോവാണ്. നല്ല മാറ്റമാണ് കേട്ടോ കൊച്ചിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ റിവ്യൂവിന് പോവാണ്. അപ്പോൾ ഇൻട്രോ വീട്ടിൽ നിന്ന് എടുത്തില്ല നമ്മൾ. കടല് കയ്യിൽ കൂടെ ഞണ്ട് പോയോ? ഇവിടെ ഇങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ഈ ഒരു കടപ്പുറം കണ്ടപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു വ്യൂ അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇൻട്രോ എടുത്തിട്ട് പോവാണ്. നല്ല രസമുള്ളൊരു ബീച്ച് കേട്ടോ. ഇത് എവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല. വരുമായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. കടപ്പുറത്ത് നീ കൊച്ചുങ്ങളെ പിടിച്ചുകൊണ്ട് വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. ബീച്ചെങ്ങാനും കണ്ട പിന്നെ അവിടെ നിന്ന് പോരേയില്ല. കുറച്ച് നേരം കൂടി അമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഒരു കണക്കിന് എല്ലാത്തിനെയും കൂടെ വലിച്ച് നമ്മൾ വണ്ടി കയറ്റിയിട്ടാണ് പോരുന്നത്. ഇനി ഒരിക്കലും കൂടെ കൊണ്ടുവരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് കേട്ടോ കയറ്റുന്നത്. പിന്നെ വഴിക്ക് കണ്ടൊരു പമ്പിൽ കയറി ഞങ്ങൾക്ക് പെട്രോളൊക്കെ അടിക്കണമായിരുന്നു. പെട്രോളൊക്കെ അടിച്ചു. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എന്നാലും പറയാൻ പറ്റത്തില്ല, നമ്മുടെ എമ്മിക്കുട്ടിക്ക് വിശക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളിങ്ങനെ പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്ക് ഈ വഴി വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചങ്ങനാശ്ശേരി റോഡിലൂടെ ഏതാണ് പോകുന്നത്. അങ്ങനെ വഴിയരിയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. വലിയ കൊഞ്ച്. അത് കണ്ടിട്ട് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ നിർത്തിയതാണേ. അപ്പോഴേക്കും ആ ചേട്ടൻ വന്നു. ഇത് 2500 രൂപ തന്നിട്ട് എടുത്തോളാൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞങ്ങൾ വെറുതെ കാണാൻ വേണ്ടി നിർത്തിയതാ ചേട്ടാ, കണ്ടിട്ട് അതിൻ്റെ ഒരു അത്ഭുതത്തിൽ നിർത്തിയതാന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി അവസാനം പറഞ്ഞു എന്നാൽ നിങ്ങൾ ആ ഒരു 1800 രൂപ തന്നിട്ട് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാണ് ചേട്ടാ, ഇത് കണ്ടതിൻ്റെ സന്തോഷത്തിൽ പിള്ളേർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിർത്തിയതാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങ് പോയി കേട്ടോ. നല്ല വലിയ കൊഞ്ചായിരുന്നേ. അങ്ങനെ എനിക്ക് ഈ വഴി പോകുമ്പോഴുള്ള ഒരു ഈ കാഴ്ചകളൊക്കെ കണ്ടോ. ഇതെനിക്ക് അറിയില്ല ഏതാണ് ഈ ഒരു പുഴയെന്ന് ഞാൻ ഓർക്കണില്ല, കായൽ അതേതാണെന്ന് ഞാൻ ഓർക്കണില്ല. പക്ഷെ ധാരാളം 2 വശങ്ങളിലും ഹൗസ് ബോട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ഹൗസ് ബോട്ട്സിനെ ഒന്നും കണ്ടില്ല. എല്ലാം ഇങ്ങനെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതായിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ ഇത്രയും ഭാഗം കഴിഞ്ഞപ്പോഴേക്കും എമ്മിക്കുട്ടി എഴുന്നേറ്റ് വന്നു. വിശക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യും, ഒരു രക്ഷയില്ല, സങ്കടമായി വിശക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ട ഒരു ഹോട്ടലിലേക്ക് പിന്നെ ഡോപ്പി കയറി കേട്ടോ. കലവറയായിരിക്കും, അതാണ് തോന്നുന്നു പേര്. അവിടെ കയറി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വേണ്ടത് ഗീ റോസ്റ്റ് ആയിരുന്നു. അവിടെ ഗീ റോസ്റ്റ് ഇഡലിയൊന്നുമില്ല. അപ്പവും പുട്ടും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉള്ളൂ. അപ്പോൾ ആൾ പിന്നെ പൊറോട്ട പറഞ്ഞു, കാരണം പുട്ടൊന്നും നോക്കി ഇഷ്ടമല്ല. ഞാൻ റബേക്കും പുട്ടെടുത്തു, ഡോപ്പിയും എമ്മിക്കുട്ടിയും പൊറോട്ട എടുത്തു കേട്ടോ. ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മീനിൻ്റെ പേരങ്ങൾ വന്ന് ചേച്ചി പറഞ്ഞു. കാളാഞ്ചി, കരിമീൻ, പിലോപ്പി, അങ്ങനെ കുറേ പേര് പറഞ്ഞ കൂട്ടത്തിൽ മഞ്ഞക്കൂരി എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മഞ്ഞക്കൂരി അല്ലേ, അതിന് വില കുറവായിരിക്കുന്നു. എന്നാൽ പിന്നെ റബേക്കാണെങ്കിൽ ഫിഷേ പറ്റുള്ളൂ. അങ്ങനെ മഞ്ഞക്കൂരി ഓർഡർ ചെയ്തു കേട്ടോ. നല്ല വലിയ കൂരിയായിരുന്നേ. അപ്പം വലിയ കൂരിയാണെങ്കിലും കൂരിക്ക് അത്രത്തോളം പൈസയൊന്നും വരില്ലല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കൂരിയുടെ വില 350 രൂപയായിരുന്നു കേട്ടോ ആ ഒരു കൂരിക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോപ്പിയുടെ മൂടാകെ പോയി. കഴിച്ചതൊക്കെ ദഹിച്ചു. കുറേ നേരം ആ ബില്ലും പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. വേണ്ടിയിരുന്നില്ലല്ലോ വേറെ വല്ല കടയിലും കയറിയാൽ മതിയായിരുന്നു. ഞാനും പറഞ്ഞാണ് ആ കടയിൽ ദോശയൊന്നും ഉണ്ടാവത്തില്ല എന്ന്. പക്ഷേ വഴിയരികെ കണ്ടതുകൊണ്ടും പാർക്കിംഗ് സൗകര്യം ഉള്ളതുകൊണ്ടും ഓടിച്ചങ്ങോട്ട് കയറ്റിയതാണ്. എന്തായാലും കുറേ നേരം കഴിഞ്ഞിട്ടും ആ ബില്ല് മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എമ്മിക്കുട്ടിക്കും റബേക്കയ്ക്കും പതിവ് പോലെ തന്നെ മൂത്രം ഒഴിക്കാൻ മുട്ടി. പമ്പുകളുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പമ്പുകളിലൊക്കെ ഒരുവിധം വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ഉള്ളത് കൊണ്ട് അതൊരു സൗകര്യമായിട്ടോ. എപ്പോഴും ഞാനാ കൂടെ പോകുന്നത്. ഇത്തവണ ഡോപ്പി കൂടെ പോയി, 2 പേരെയും കൊണ്ടങ്ങ് പോയി കേട്ടോ. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ തിരുവല്ല ഡോക്ടറുടെ അടുത്ത് ഞങ്ങളങ്ങനെ ഡോക്ടറിൻ്റെ അടുത്തെത്തി. മരുന്ന് വാങ്ങിച്ച് റബേക്കയുടെ കാലിൽ നല്ല വ്യത്യാസമാണ് മെഡിസിൻ എടുത്തിട്ടേ. അപ്പൊ നമുക്ക് വരാൻ ആ ഡോക്ടറിനെ പിന്നെയും ഒന്ന് കാണാനായിട്ടൊരു സന്തോഷമായിരിക്കുമല്ലോ. ഞങ്ങളെക്കാൾ സന്തോഷമാണ് റബേക്കയ്ക്ക്. കാരണം അവള് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ 3-4 വർഷമായിട്ട് എല്ലാവരും വെണ്ണിക്കുളം എന്നാണ്. കാരണം എന്തേ ആ സ്കൂള് അതിന്റെ ഓപ്പോസിറ്റ് വഴി വെള്ളാരമല അങ്ങനെയൊന്നും അല്ല, വേറെന്തോ ഒരു പേര് എനിക്ക് മനസ്സിലാവണില്ല. വെള്ളാരമേമല അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മെഡിസിൻ മേടിച്ചിട്ട് ഇനി അടുത്ത മാസം വെള്ളം വരും. അപ്പോഴേക്കും കാല് ക്ലീനായി, അതായത് മുഖത്തെ സ്കിൻ പോലെ ആവും കാലിലെ സ്കിൻ എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. അതങ്ങനെ തന്നെ ആവും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നതും ആ സെയിം വഴി തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴിയുടെ ട്രാവൽ ചെയ്യാൻ. ഒന്നാമത് നല്ല റോഡാണ്,
പിന്നെ നമുക്ക് എന്താ പറയുക, ചുറ്റിലും നല്ല നല്ല കാഴ്ചകളാണ്. ഒരു വശത്ത് കായലാണ്, അപ്പുറത്തെ വശത്ത് പാടമാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയ സമയത്ത് പാടത്തിൻ്റെ അറ്റത്തായിട്ടൊരു പള്ളി ഉണ്ടായിരുന്നേ. അതിങ്ങനെ കാഴ്ച നമുക്ക് ദൂരെ നിന്ന് കാണാമായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അത് കാണാമെന്ന് പറഞ്ഞത് ഇവിടെ എത്തിയപ്പോൾ ഡോപ്പി പറഞ്ഞത് ആ പള്ളി കഴിഞ്ഞു പോയി, നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. അന്നെന്താ പോകാമെന്ന് പറഞ്ഞില്ല, അപ്പോഴേക്കും വണ്ടി തിരിച്ചിട്ടോ. അത് നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ അത് ദൂരെ നിന്നുള്ള ആ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അതൊന്ന് കാണാനായിട്ടും അത് നമുക്കൊന്ന് വീഡിയോ എടുക്കാമല്ലോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ നമ്മൾ അടുത്തടുത്തോട്ട് ചെല്ലുന്തോറും ദൂരേന്ന് ആ ഒരു കണ്ട കാഴ്ച അടുത്തോട്ട് വരുമ്പോൾ ഇല്ലെന്ന് തോന്നി കേട്ടോ. ഇതായിരുന്നു ആ പള്ളി. അവിടെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ പറ്റിയില്ല. നല്ല കാഴ്ചയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകത്തൂടെ കാണുമ്പോൾ എനിക്ക് ഇതുപോലെ അല്ലായിരുന്നു ഇവിടെ നേരിട്ട് കണ്ടപ്പോൾ കേട്ടോ. അതിൻ്റെ സൈഡിൽ അപ്പുറത്തെ വശത്ത് കായലൊക്കെയാണ്, കായലോ പാടോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അങ്ങോട്ടൊന്നും പോയി നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലുമാണ്, ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുമായിരുന്നു പള്ളിയുടെ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരു 2:45 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കഴിഞ്ഞ തവണ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് പോയത്, അതുകൊണ്ട് ലേറ്റായിട്ടാണ് തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് രാത്രിയായിരുന്നു. ഇത്തവണ ഞങ്ങൾ നേരത്തെ പോയി, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് തിരിച്ചെത്താനും പറ്റും കേട്ടോ. സാറമോൾക്ക് പിന്നെ ധാരാളം പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവൾ വന്നില്ല, അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അമ്മയൊക്കെ വരുമ്പോഴേക്കും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഇന്നലെയും ഇന്നുമൊക്കെ അവളായിരുന്നു കുക്കിംഗ്. ഇങ്ങനെയുള്ള ചെറിയ അല്ല കേട്ടോ, ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെ ചെറുതാവണേ അല്ലേ. അപ്പോൾ ചപ്പാത്തിയാണെന്ന്, ചോറല്ലായിരുന്നു. അപ്പം ഞങ്ങൾ വരുമ്പോഴേക്കും അവൾ ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു. ചിക്കൻ കറി നല്ല അടിപൊളി ഒരു പെപ്പർ ചിക്കൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വലിയ ഇൻഗ്രീഡിയൻസ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി. ഞാനും ഡോപ്പിയും പോകാൻ നേരത്ത് നമ്മൾ കുറച്ച് അലക്കിയ തുണിയൊക്കെ വിരിച്ചിട്ടാണ് പോയത്, പക്ഷേ വേറെയും കൂടെ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോയി ഉണങ്ങിയതൊക്കെ എടുത്ത് വേറെ തുണിയൊക്കെ പുതിയത് ഇപ്പം നമ്മൾ അലക്കിയതൊക്കെ കൊണ്ട് വിരിച്ചു കേട്ടോ. മുകളിൽ നല്ലതായിട്ട് ബോഗൺവില്ല പൂത്തിക്കണത് കണ്ടില്ലേ നിങ്ങൾ കയറി വന്നപ്പോൾ? ഇപ്പം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. വെയിൽ വരുമ്പോഴേക്കും നന്നായിട്ട് പൂക്കും. ഇതെൻ്റെ വാഷിംഗ് മെഷീൻ്റെ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ തുണിമേൽ കുറച്ച് അങ്ങ് സോപ്പ് പൊടി പറ്റി പിടിച്ചിട്ടുണ്ടാവും, എന്നിട്ട് അത് പോവില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളൊരു പരിപാടി വീണ്ടും കൊണ്ടുപോയിട്ട് നമ്മളൊന്നും കൂടി നന്നായിട്ട് തിരുമ്മിയത് ഊരി ഞാൻ വിരിച്ചിടണം. വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഒരു 9 വർഷമായി, മാറാറായിട്ടുണ്ടാവണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. പെപ്പർ ചിക്കൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ ആയിരുന്നേ. സാറ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇച്ചിരി ഉപ്പ് കൂടി പോയെന്ന് തോന്നണമെന്നൊക്കെ, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡോപ്പിയും പറഞ്ഞു നല്ല ടേസ്റ്റുള്ള പെപ്പർ ചിക്കനാണ്. ചപ്പാത്തിയൊക്കെ തീർന്ന വഴി അറിഞ്ഞില്ല. പിന്നെ സന്ധ്യ ആയപ്പോഴേക്കും ഡോപ്പി ഇതേ നല്ല കൊതുകണ്ടെന്ന് പറഞ്ഞിട്ട് കുന്തിരിക്കൊക്കെ പോക്കാൻ എടുത്തുകൊണ്ട് വന്നു. പിള്ളേരും ഞാനും ഒക്കെ കൂടി ഇരുന്ന് കുറച്ച് നേരം ഇന്ന് എല്ലാവരും കൂടി ഇരുന്ന് സിനിമ കണ്ടു കേട്ടോ. ഗുമസ്തൻ നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. എനിക്ക് ഞാനതിനകത്ത് പള്ളിപ്പാടൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഫാനായിപ്പോയി. അത്രക്കും നല്ല അടിപൊളി മൂവി. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാവുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ടേക്ക് കെയർ, ബൈ.